നമ്മളുടെ സ്വകാര്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ആരും അറിയുന്നില്ല. അതുകൊണ്ട് അത് നമ്മുടെ ഇഷ്ടം പോലെ ആയിരിക്കും, തോന്നുന്നത് പോലെ. പക്ഷെ സമൂഹ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കും. അവിടെ നമുക്ക് അംഗീകാരം വേണം, സ്നേഹം വേണം, നല്ല പേര് വേണം, അവിടെ വളർച്ച വേണം, ഉയർച്ച വേണം. നമ്മൾ അതിനൊക്കെയാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. പക്ഷെ ഒരു അടിസ്ഥാനപരമായ നിയമമുണ്ട്. നമ്മളുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മളുടെ പരസ്യ ജീവിതം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വകാര്യ ജീവിതത്തിൽ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ബാഹ്യ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനായിട്ടുള്ള ആത്മധൈര്യം ഉണ്ടാകുകയില്ല. ഒരു വ്യക്തി നിരന്തരമായിട്ട് അവൻ്റെ സമൂഹ ജീവിതത്തിൽ, ബാഹ്യ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ നിരന്തരം അവൻ പരാജയപ്പെട്ടിട്ടുണ്ടാകും. സ്വകാര്യ ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ വിജയിക്കാത്ത വ്യക്തിക്ക് ബാഹ്യ ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ വിജയം വരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് സ്വകാര്യ ജീവിതം ആരും കാണാത്ത ജീവിതമായതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. അവിടെയുള്ള ഓരോ വീഴ്ചയും നിന്റെ ബാഹ്യ ജീവിതത്തിൽ പിൽക്കാലത്ത് വീഴ്ചകൾക്ക് കാരണമാകും. അവിടെയുള്ള ഓരോ തകർച്ചയും നിന്റെ ബാഹ്യ ജീവിതത്തിൽ പിൽക്കാലത്ത് തകർച്ചയ്ക്ക് കാരണമാകും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. പഴയ നിയമത്തിലെ ദാവീദിൻ്റെ കഥ നമുക്കറിയാം. ദാവീദ് ഒരാട്ടിടയനായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവൻ പടക്കളത്തിലേക്ക് നയിക്കപ്പെട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഇസ്രായേൽക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഗോലിയാത്ത് എന്ന മഹാമല്ലൻ നിൽക്കുന്നത് കണ്ടത്. ഈ സമയത്ത് കല്ലും കവണയുമായി ഈ ആട്ടിടയൻ ഈ മല്ലനായ ഗോലിയാത്തിനെ നേരിട്ടു. ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി. ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വിചാരിക്കും ആ സമയത്ത് അവന് ദൈവം കൊടുത്ത ശക്തി കൊണ്ട്, വിശ്വാസം കൊണ്ട് അവൻ ഓടിച്ചെന്ന് ഗോലിയാത്തിനെ കൊന്നുവെന്ന്. അല്ല, ഗോലിയാത്തിൻ്റെ മേൽ ദാവീദ് നേടിയ വിജയത്തിൻ്റെ പിന്നിൽ അവൻ്റെ സ്വകാര്യ ജീവിതം ഉണ്ടായിരുന്നു. ആരുമറിയാത്ത അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ വർഷങ്ങളോളം അവൻ നേടിയെടുത്ത വിജയത്തിൻ്റെ പ്രതിഫലനമാണ് അവൻ്റെ പരസ്യ ജീവിതത്തിൽ ഗോലിയാത്തിനെ വെല്ലുവിളിക്കാൻ അവന് ശക്തി കിട്ടിയത്. നമുക്കത് ആ ഭാഗം വായിച്ചാൽ കാണാം. ഗോലിയാത്തിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങിയ ദാവീദിനെ സൗൽ രാജാവ് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നീ ചെറുപ്പമാണ്, നീ പയ്യനാണ്, അവനാണെങ്കിൽ മഹാമല്ലനും, അവനെ നേരിടാൻ നിനക്ക് ശക്തിയില്ല, നീ ഈ പണിക്ക് പോകണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സൗൽ രാജാവ് ദാവീദിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനങ്ങനെ പയ്യനാണെന്നും വിചാരിക്കണ്ട. ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും സിംഹവും കരടിയും വന്ന് എൻ്റെ ആട്ടിൻകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവയുടെ പിന്നാലെ ചെന്ന്, ഏതിൻ്റെ സിംഹത്തിൻ്റെ പിന്നാലെ ചെന്ന് ഓടിച്ചിട്ട് സിംഹത്തിൻ്റെ ജടയിൽ പിടിച്ച് അടിച്ച് അവൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചിട്ടുള്ളവനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓർക്കണം, ഒരാട്ടിടയനും അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കരടിയും സിംഹവും ഒക്കെ ആടിനെ തിന്നാൻ വരുമ്പോൾ പൊതുവെ ആട്ടിടയന്മാരെന്താ ചെയ്യുക? അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ ഓടിക്കളയും. എന്നാൽ ദാവീദ് തന്നെ നോൽക്കാൻ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ സ്നേഹിച്ചിരുന്നു, ഓരോ ആട്ടിൻകുട്ടിയെയും സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തൻ്റെ ആട്ടിൻകുട്ടിയെ തട്ടിയെടുക്കാൻ വന്ന സിംഹത്തിനോട് യുദ്ധം ചെയ്യാൻ അവൻ്റെ സ്നേഹം അവനെ നിർബന്ധിച്ചു. അവൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവൻ സിംഹത്തോട് ഗുസ്തി പിടിച്ച് സിംഹത്തിൻ്റെ ജടയ്ക്ക് പിടിച്ചടിച്ച് അവൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. സാധാരണ ഇടയന്മാരൊന്നും ഈ പണിക്ക് പോകില്ല, കാരണം ഇത് റിസ്ക്കാണ്, ജീവൻ അപകടത്തിൽപ്പെടും. ഓർക്കണം, വിജനതയിൽ, ഏകാന്തതയിൽ ആടിനെയും മേച്ചുകൊണ്ട് നടന്ന ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ സംഭവം നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. വല്ലപ്പോഴും ഇനി വീട്ടിൽ ചെന്നിട്ട് ഇവൻ പറയുകയാണ്, ഞാൻ സിംഹത്തിൻ്റെ ജടയെ പിടിച്ച് അടിച്ച് അതിൻ്റെ വായി നാട്ടിൻകുട്ടിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചേട്ടന്മാരൊക്കെ കളിയാക്കി, ഇവൻ ചുമ്മാ പൊങ്ങച്ചം പറയുന്നതാണ്, ഇവൻ അതിനുള്ള കഴിവൊന്നുമില്ല.
ചിലപ്പോൾ വീട്ടുകാർ, അപ്പൻ പോലും ഇവൻ പറഞ്ഞിട്ട് പോലും ഗൗനിച്ചിട്ടുണ്ടാകുകയില്ല. അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, അവൻ്റെ ഏകാന്തതയിൽ അവൻ നേടിയ വിജയം ആരും അംഗീകരിച്ചിട്ടില്ല, ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ദാവീദിൻ്റെ സ്വകാര്യ പോരാട്ടത്തിലെ വിജയം മനസ്സിലാക്കി അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വിജയമാണ് ഗോലിയാത്തിനെ നേരിടാനുള്ള ആത്മശക്തി അവന് നൽകിയത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കൊണ്ടുണ്ടായതല്ല. ആരും അറിയാത്ത ജീവിതത്തിലെ പോരാട്ടങ്ങളിലൂടെ അവൻ നേടിയെടുത്ത ആത്മധൈര്യം, ആത്മശക്തി, അതാണ് പരസ്യ ജീവിതത്തിൽ മഹാമല്ലനായി ഗോലിയാത്തിനെ വീഴ്ത്താൻ ബലമായി തീർന്നത്, അഭിഷേകമായി തീർന്നത്. അതുകൊണ്ട് സ്വകാര്യ ജീവിതത്തിലെ പോരാട്ടങ്ങളെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ചിലപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു അശുദ്ധ ചിന്തയോടുള്ള പോരാട്ടമായിരിക്കാം. ആ പോരാട്ടത്തിൽ വിജയിക്കുന്നത് പോലും നിന്റെ ബാഹ്യ ജീവിതത്തിൽ വിജയം, പിൽക്കാലത്ത് വിജയം നേടുന്നതിന് കാരണമായിട്ട് തീരും. ആരും കാണാതെ ഇരിക്കുന്ന സമയത്ത് നിനക്കുണ്ടാകുന്നൊരു പ്രലോഭനം, അതിനെ നീ കീഴടക്കുമ്പോൾ അത് പിൽക്കാലത്ത് നിന്റെ ബാഹ്യ ജീവിതത്തിൽ കരുത്തായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും സ്വകാര്യ ജീവിതമാണ്. ആരും കാണാത്ത ജീവിതമാണ്. നമ്മുടെ ചിന്തയുടെ മണ്ഡലങ്ങളിലാണ് പോരാട്ടം തുടരേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിലാണ് ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിൽ നടക്കുന്ന ഈ യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ, വാക്കുകളുടെ, സംസാരത്തിൻ്റെ ഒക്കെ തലത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. മനസ്സിൻ്റെ തലങ്ങളിൽ, ചിന്തയുടെ തലങ്ങളിൽ വിജയം വരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. അവിടെ നമ്മൾ നിരന്തരമായി പോരാടാൻ പഠിക്കണം. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ വിജയിക്കുന്നവന് മറ്റെല്ലാ മേഖലകളിലും വിജയിക്കാൻ കഴിയും. നീ നിൻ്റെ കുടുംബത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്, നിൻ്റെ ബന്ധങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നത് പലപ്പോഴും നിൻ്റെ ചിന്തയുടെ മണ്ഡലത്തിൽ നീ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. നീ സമൂഹത്തിൽ ഏറ്റവും നന്നായി പെരുമാറുമ്പോഴും നീ ദുർബലനും ദുർബലനുമായി തീരുന്നത് നിൻ്റെ മനസ്സിൻ്റെ തലങ്ങളിൽ നീ നിരന്തരം വീണു പോകുന്നത് കൊണ്ടാണ്. അവിടെയാണ് വിജയം വേണ്ടത്. അവിടെ നീ ബലം പ്രാപിക്കുമ്പോൾ നീ അറിയാതെ തന്നെ നിൻ്റെ ബാഹ്യ മേഖലകളിൽ ജീവിതത്തിൽ ബലം പ്രാപിക്കുന്ന വ്യക്തിയും വിജയം വരിക്കുന്ന വ്യക്തിയുമായിട്ട് മാറും. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം, സ്വകാര്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയുടെ വാതിലുകൾ തുറന്നു വരുന്ന അനുഭവം നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ വർഷത്തിൽ ആ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഇതുവരെയും ഗൗനിക്കാതിരുന്ന മനസ്സിൻ്റെ മണ്ഡലങ്ങൾ, സ്വകാര്യ ജീവിതങ്ങൾ, ആരും കാണാത്ത ജീവിത മേഖലകൾ, അവിടെയെല്ലാം നടക്കുന്ന പോരാട്ടങ്ങളെ ഗൗരവമായി കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അവിടം ക്രമപ്പെടണം, അവിടം വിജയം നേടണം. അതിൻ്റെ ഫലമായി നിൻ്റെ ബാഹ്യ ജീവിതത്തിൽ വിജയത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും.